ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മോം ആൻഡ് ദി ടൈനി സ്കോട്ട്സ്. ഇന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ എവിടേക്കാണ് പോയിരിക്കുന്നതെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? കൊച്ചിയിലെ വൈപ്പിനിലുള്ള ബോച്ചയുടെ ടോഡി പബ്ബിലേക്കാണ് ഇന്ന് നമ്മൾ ലഞ്ച് പ്ലാൻ ചെയ്ത് പോയത് കേട്ടോ. ലഞ്ചാണ് പ്ലാൻ ചെയ്തതെങ്കിലും ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം ഒരു 3:30-4 ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒരുവിധം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ട് ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിച്ചു കേട്ടോ. ഒരു തിക്കോ തിരക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടുത്തെ വൈബ് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ഒരു പോസിറ്റീവ് വൈബായിരുന്നു. എസ്പെഷ്യലി ഈ റെസ്റ്റോറൻറ്റ് നിൽക്കുന്നത് തന്നെ ഒരു ലേക്ക് സൈഡ് ആയതുകൊണ്ട് നമുക്ക് നല്ല ഒരു ഇളം കാറ്റ്, ഒരു റിഫ്രഷ്മെൻ്റ് ആണ് കേട്ടോ അവിടെ നിന്നപ്പോൾ കിട്ടിയത്. നല്ലൊരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബ് എന്ന് തന്നെ നമുക്ക് പറയാം. കൂടാതെ കുട്ടികൾക്ക് ബോറടിക്കാതിരിക്കാൻ അതിനോട് ചേർന്ന് തന്നെ ഒരു പാർക്കുണ്ട്, അവർക്ക് പ്ലേ ഏരിയ ഉണ്ട്. നമുക്കായാലും ഫുഡ് എക്സ്പ്ലോറിങ് കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിങ്, ഫിഷിങ്, അങ്ങനെ ഒരുപാട് എക്സ്ട്രാ ആക്ടിവിറ്റീസ് അവിടെ വേറെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ മെനു എടുത്ത് നമ്മൾ പറയുന്ന ഓർഡർ ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ അവിടെ നിൽക്കുന്ന ചേട്ടന്മാർക്കൊക്കെ ഏകദേശം കാര്യം പിടുത്തം കിട്ടിയിട്ടോ. അവരൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ടേബിൾ ഫുൾ ഓഫ് ഐറ്റംസ് ആയിരുന്നു. ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഐറ്റംസ് കൂടാതെ ഞങ്ങൾ സെക്കൻഡ് റൗണ്ട് പിന്നെയും ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്കത് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. സാധനം എത്തിയപ്പോഴേക്കും തന്നെ പ്ലേറ്റ് കാലിയായിപ്പോയി. അതുകൊണ്ട് ഭക്ഷണമൊക്കെ നല്ലോണം എൻജോയ് ചെയ്ത് ഞങ്ങളെല്ലാവരും കഴിച്ചു. ഈരുക്കുട്ടനും മാളുകുട്ടിയും കല്ലൂസൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം അവർക്ക് അവിടെ ഓടി നടക്കാൻ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ കണ്ടില്ലേ, ഇതുപോലത്തെ ചെറിയ ചെറിയ എക്സ്ട്രാ ആക്ടിവിറ്റീസ് നമുക്ക് ആനിമൽസിനെ ഫീഡ് ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഫിഷിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നേരം പോകുന്നത് അറിയില്ല. പിന്നെ ഫോട്ടോ മുഖ്യമാണല്ലോ, ഫോട്ടോയും വീഡിയോയും എടുക്കാൻ പറ്റിയ ഒരുപാട് സ്പോട്ടുണ്ട്. ഭക്ഷണം കഴിക്കണമെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു പ്രൈവസി ആവശ്യമാണെങ്കിൽ അതിന് പറ്റിയ ഒരു ഡൈനിങ് സ്പേസും അവിടെയുണ്ട്. നമുക്ക് ലേക്കിലോട്ട് ഫേസ് ചെയ്തിരുന്നിട്ട് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഇരുന്നിട്ട് തന്നെ ഭക്ഷണം കഴിക്കാം. അങ്ങനെ നമ്മുടെ കുറേ കലാപരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഏകദേശം ഞങ്ങളൊരു 3 hours ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത് കാണും. അങ്ങനെ നല്ല റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നു. ഇനി ഞങ്ങളുടെ കൊച്ചിയിലുള്ള ലാസ്റ്റത്തെ ദിവസമാണ്. നാളെ നമ്മൾ ബാക്ക് ടു ബാംഗ്ലൂർ. അപ്പോൾ ബാക്കി വീഡിയോയുമായിട്ട് നമുക്ക് ബാംഗ്ലൂരിൽ നിന്നും കാണാം. അപ്പം ബൈ ബൈ.